അപ്പോൾ ഇന്ന് നമുക്കൊരു കിഡിലൻ നോമ്പ് തുറ ഉണ്ട് നമ്മളെ ഉണ്ണിയാല് ബീച്ചിൽ വെച്ചിട്ട്. അപ്പം ഞാനും ഹെയ്സും പമ്മയും ഇമ്മയും കൂടെ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 5:30-5:45 കഴിക്കണ്. നമുക്ക് വേഗം പോവാം. ഹെയ്സു ടാറ്റ പറഞ്ഞ എന്ത് കിടയണോ, ചില്ലറ കിടന്നല്ല പോവിടുന്നറിയ നോമ്പ് തുറക്കാന്. നോമ്പ് പോവാണ് ബീച്ചിലേക്ക്, കടലിലേക്ക്. എന്താണ് ഈ പൗഡറിൽ കുളിപ്പിച്ചിരിക്കണമെന്നല്ല, നിറച്ച് ചൂടുകുരാണ് ഇസുവിന്. ഫുള്ളായിട്ട് ചൂടുകുര, നല്ല ചൂടാ അവൾക്ക്. അങ്ങനെ ഇതാ ഇന്ന് നമ്മൾ ഉണ്ണിയാല് നോമ്പ് തുറക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ നടന്നു വരണം. എന്താ വെച്ചാൽ നമുക്ക് ഓട്ടോ ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഇനി നമ്മൾ സിറ്റി പ്ലാസിൻ്റെ അവിടെ വരെ നടന്നിട്ട് അവിടെ നിന്ന് ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോ വിളിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാനും ഉപ്പമ്മ ഉമ്മയും ഏസും കൂടെ നടക്കുകയാണ്. കൂടെ മിന്നും ഉണ്ട്, അവൾ കടയിൽ പോയിരുന്നു. അപ്പോൾ ഇതാ ഏസുവിനെ ഇടുക്കൊന്നും വേണ്ട, അവൾ തന്നെ ഒറ്റക്ക് നടന്നോളൂ. പിന്നെ ഇന്ന് നമുക്ക് നോമ്പ് തുറയാണ് ഇവിടെ. അപ്പോൾ ഞങ്ങൾ ആകെ വരുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ണിയാല് ബീച്ചാണ്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും. അപ്പോൾ നോമ്പ് തുറയും കൂടെ ആയപ്പം ഉഷാറായി. നമ്മളിവിടെ എന്താ പറയുക, നമ്മൾ വന്നപ്പോൾ അവർക്ക് കാര്യങ്ങളൊക്കെ സ്നാക്സ് ബോക്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യായിരുന്നു, ചെയറൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഞങ്ങളവിടെ കുറേ നേരം ബീച്ചിൽ ഞാനും ഏസും ഉപ്പമ്മയും ഇമ്മയും കൂടെ ഒക്കെ കളിച്ച്, പിന്നെ കുറേ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്ത്. പിന്നെന്താ ഈ ബീച്ചിൻ്റെ ഇവിടെ വന്ന് വൈകുന്നേരം ഇങ്ങനെ നോമ്പ് തുറക്കണ കുറച്ച് സമയം മുന്നേ വന്നിരുന്നുണ്ടെങ്കിൽ വല്ലാതെ ക്ഷീണമൊന്നും അറിയില്ല. കുറേ സമയം നമുക്ക് ഇങ്ങനെ കടലിൽ കാറ്റുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം. നമ്മൾ ഏസുവിൻ്റെ കയ്യിൽ വടി എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അവളെ വെച്ച് നമ്മൾ നല്ല ചാമ്പും. പിന്നെ ഇവളേറ്റ് പോയാലൊന്നും സമാധാനത്തോടെ ഒരു ഭാഗത്ത് ഇരിക്കാൻ പറ്റൂല. ഒന്നെങ്കിൽ ഞാൻ പിന്നാലെ ഓടും, അല്ലെങ്കിൽ ഉമ്മ പിന്നാലെ ഓടും, അല്ലെങ്കിൽ ഇപ്പമ്മ പിന്നാലെ ഓടും. ആരെങ്കിലൊക്കെ അവളെ പിന്നാലെ ഓടണം. പിന്നെ കുറേ ആൾക്കാർ നമ്മളെ കണ്ട് സംസാരിച്ച് പിന്നെന്താ അവിടെ അവരൊക്കെ ചെയറും കാര്യങ്ങളൊക്കെ സെറ്റ്. പിന്നെ ഇവിടെ ഉണ്ണിയാൽ പാലത്തിൻ്റെ എന്തോ എന്താ പറയുക പണി നടക്കില്ല. പാലം ക്ലോസ് ചെയ്തിട്ടിരിക്കണ്. അവിടേക്ക് ബസ്സൊന്നും പോവില്ല, പക്ഷെ കാറും ഓട്ടോയും ബൈക്കൊക്കെ പോവും. പിന്നെ ഞാൻ തട്ടങ്ങനെ കുത്തിയതായിരുന്നു, പക്ഷെ എനിക്കത് ഞാൻ അങ്ങനെ കുത്തലില്ല, എപ്പോഴെങ്കിലും കുത്തല്ല. അപ്പോൾ എന്തോ പൊറുതിയെടുപ്പം അങ്ങനെ കുത്തിയപ്പോൾ അപ്പോൾ ഞാൻ ഊരി സാധാ പോലെ ഇട്ടതാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ഞാൻ കുറേ നേരം കടപ്പുറത്ത് ഇങ്ങനെ അരുവിൽ അവിടെ ഇങ്ങനെ പോയിരുന്ന്. പിന്നെ ഇവള് ഒന്ന് അങ്ങോട്ട് കൊണ്ടു ഏസു, പിന്നെ ഒന്ന് അങ്ങോട്ട് കൊണ്ടു. അപ്പോൾ പിന്നെ അമ്മ പിന്നാലെ ഓടും, പിന്നെ അങ്ങോട്ട് തന്നെ പിന്നാലെ ഓടും. പിന്നെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ തിര ഇങ്ങനെ കാണുമ്പോൾ കളിക്കാനൊക്കെ തോന്നും. പക്ഷെ ഇപ്പോൾ 1-2 പ്രാവശ്യം പോയിട്ട് അങ്ങനെ കടലിൽ കളിക്കലൊന്നുമില്ല. കടലിൽ കളിച്ചാൽ പിന്നെ മേലൊക്കെ നനഞ്ഞാൽ വേഗം വീട്ടിൽ പോകണം. അല്ലെങ്കിൽ പിന്നെ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് റിലാക്സ് ചെയ്തിട്ട് പോയാൽ മതി. നനഞ്ഞാലൊരു ജാതി പൊറുതിയേടാണ്. ചെരുപ്പന്നെ നനഞ്ഞിട്ട് ആകെ ഇടങ്ങാറായി, അയച്ച് നടന്നിട്ട് മണ്ണൊക്കെ ആയി. പിന്നെ ഇതാ അവിടെ അവർ ചെയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ആൾക്കാരൊക്കെ വന്നിരുന്ന്. അവിടെ അവിടെ ഇസ്മായിലാക്കി പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ സ്റ്റേജിൻ്റെ അവിടെ പോയിരുന്നപ്പോൾ ഞാനിവിടുന്ന് മാറി പോയതാണ്. എന്നെ വിളിക്കല്ലേ, എന്നെ കാണില്ലേ എന്നുള്ള രീതി ഞാൻ മുങ്ങി ഇങ്ങോട്ട് നീങ്ങി നിന്ന്. അങ്ങനെ കുറച്ച് നേരം ഞാൻ അവിടെ ആരും കാണാതെ പോയിരുന്നു. പക്ഷേ നമ്മളെ ഇസ്മായിലാക്കി എന്നെ കണ്ടു. അങ്ങനെ പിന്നെ എന്നെ വിളിച്ച് ഞാനവിടെ പോയിരുന്നു, 1-2 സംസാരിച്ച്. പിന്നെന്താ എല്ലാവരും കുറേ ആൾക്കാരുണ്ടായിരുന്നു അവിടെ നോമ്പ് തുറക്കാനൊക്കെ. കുറച്ചധികം ഉണ്ടായിരുന്നു. കുറേ ആൾക്കാർ താഴ്ത്തിരുന്ന്, കുറേ ആൾക്കാർ ഷെയറും വരുന്ന്. അങ്ങനെ നോമ്പ് തുറ എന്തായാലും ഗംഭീരമായി. ഇനി നമ്മൾ എന്താ പറയുക പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ഫുഡ് കൊണ്ടുപോയിട്ട് അവിടെ ഉണ്ണിയാലിൽ നിന്ന് നോമ്പ് തുറക്കാൻ. ഇതിന് മുന്നേ കഴിഞ്ഞ പ്രാവശ്യം നോമ്പ് തുറക്കാൻ വേണ്ടി പോയിരുന്നു. അന്ന് ഉണ്ണിയാൽ പോയിട്ട് അവിടെ ഒരു മനുഷ്യർക്ക് ഇരിക്കാനുള്ള സ്ഥലമില്ല, അത്രയും ആൾക്കാർ. നമ്മൾ തിരഞ്ഞു പോയി എവിടോ എത്തി നമുക്ക് സ്ഥലം കിട്ടിയപ്പോൾ അങ്ങനെ നമ്മൾ അന്ന് അവിടെ നോമ്പായിരുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയിന്ന്. ഇനി പ്രാവശ്യം നമുക്ക് എന്താ പറയുക പുറത്തുനിന്ന് ഫുഡ് വാങ്ങിയിട്ട് നല്ല സെറ്റപ്പ് ആക്കണം. അപ്പോൾ എന്തായാലും എന്താ പറയുക ഇനി ബീച്ചിൽ പോയി നമ്മൾ ഫാമിലി മൊത്തത്തിൽ ലൈറ്റൊക്കെ വെച്ച് ഒരു കൂടാരം പോലെ ലൈറ്റൊക്കെ വെച്ച് സെറ്റാക്കുമല്ലോ, അങ്ങനെയൊക്കെ സെറ്റാക്കി പൊളിക്കണം. നല്ല രസമാണ്. ഓരോരുത്തരും ഈ സംഭവം തന്നെ ലൈറ്റ് തന്നെ രാത്രി ആയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. എന്താ പറയുക ഇങ്ങനെ തിളങ്ങണ കാണാൻ. ഇതിങ്ങനെ എടുത്ത് നിൽക്കും ഈ ഇതെന്താ പറയുക ഈ ഒരു ഇതിനെന്താ പറയുന്നതെന്ന് അറിയില്ല. പക്ഷെ അങ്ങനെ ലൈറ്റ് തന്നെ കത്തിക്കണാണ് നല്ല രസമുണ്ട്. രാത്രി ആയപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഭംഗി ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ബോക്സൊക്കെ മുന്നിൽ വെച്ച് ബാങ്ക് കൊടുക്കണം കാത്തിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ഫ്രൂട്ട്സും സ്നാക്സും ബിരിയാണിയും
അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ ബാങ്ക് കൊടുത്തപ്പോൾ എല്ലാവരും നോമ്പൊക്കെ തുറന്ന് ഉഷാറായി. പിന്നെ ബാങ്ക് കൊടുക്കണം ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ കടലാണ്. അപ്പോൾ ഇങ്ങനെ സൂര്യൻ താവണൊക്കെ തന്നെ നോക്കി നിൽക്കായിരുന്നു. പിന്നെ നമ്മൾ നോമ്പൊക്കെ തുറന്ന് പിന്നെ അപ്പം തന്നെ ബിരിയാണി അതിലുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അപ്പം തന്നെ ഫുഡ് കഴിക്കലില്ല. നമ്മളെന്തെങ്കിലുമൊക്കെ സ്നാക്സ് എന്തെങ്കിലും കഴിച്ചിട്ട് പിന്നെ നമ്മൾ വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞാൽ പിന്നെ ഫുഡ് എടുത്ത് നമ്മൾ പിന്നെ അവിടുന്ന് സ്മൈലാക്കാനോടും അവരോടൊക്കെ പോയി നമ്മൾ പോവാണെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ആൾക്കാരോടൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പിന്നെ മെല്ലെ വിടുകയാണ്. നമുക്ക് പട്ടണത്തിൽ പോവാണ്ട്. അവിടെ നാളെ നോമ്പ് തുറക്കുന്നുണ്ട്. നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ഇന്ന് അവിടെ പോയി എന്നിട്ട് നാളെ നോമ്പൊക്കെ തുറന്ന് മറ്റന്നാൾ വരാം. ഏതായാലും ഇനി 2 ദിവസം സ്കൂളൊന്നും ഇല്ലല്ലോ, ശനി ഞായറല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ പോയി കണ്ടില്ലേ. രാത്രി ആയപ്പോഴാണ് ആ ലൈറ്റ് അങ്ങനെ കറക്റ്റ് കത്തുമ്പോൾ നല്ല രസം തോന്നുന്നത്. അങ്ങനെ എന്താ പറയുക, ഉഷാറായി നോമ്പൊക്കെ തുറന്ന് കണ്ടില്ല. ഇതാണ് ഒരു ബോക്സിൽ ഫ്രൂട്ട്സ്, സ്നാക്സ്, ഒരു ജ്യൂസ് ഉണ്ടാവും, ഒരു വാട്ടർ ഉണ്ടാവും, പിന്നെ ബിരിയാണി ഉണ്ടാവും, അച്ചാറുണ്ടാവും, സാലഡ് ഉണ്ടാവും. പിന്നെ നമ്മൾ നേരെ മുന്നിലിരിക്കുന്ന 2 കാക്കാരുണ്ടായിരുന്നു. അവർ പറഞ്ഞു ഈ ബിരിയാണി ഈ ബോസ് കൊണ്ടുപോയിക്കോ, ഞങ്ങൾക്ക് വേണ്ടാന്ന്. അങ്ങനെ അവർ 2 ആൾ ബിരിയാണി ഞങ്ങൾക്ക് തന്ന്. അങ്ങനെ നമ്മൾ ആ ബിരിയാണി ആയിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോയി. പിന്നെ ഈസൂന അവിടെ എത്തിയപ്പോൾ മറ്റേ ബിരിയാണി അവൾക്ക് ആരോ വായിൽ വെച്ച് കൊടുത്ത് അവിടെ ഇരിക്കണ ഒരു കാക്ക. അപ്പോൾ വീണ്ടും അവൾക്ക് ബിരിയാണി വേണം. അതിന് പിന്നെ അവിടെ നിന്നിട്ട് കുറച്ചൊക്കെ ഇങ്ങനെ കഴിച്ച് പിന്നെ വീട്ടിൽ വന്നപ്പോൾ അവൾക്ക് എടുത്തു കൊടുത്തപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് തന്നെ വാരി കഴിച്ചു. അത് അവൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നു ബിരിയാണി. അങ്ങനെ എന്താ പറയുക, നമ്മളെല്ലാവരും നോമ്പൊക്കെ തുറന്ന് ഉഷാറായി. നമ്മൾ ഫുഡ് കഴിക്കാൻ പോണത് അടുത്ത ആഴ്ചയാണ്. അടുത്ത ഞായറാഴ്ച ഒക്കെ ആയിട്ട് പോകാൻ വിചാരിക്കുന്നുണ്ട്. ഞായറാഴ്ചയാണ് ഇവിടെ എല്ലാവർക്കും ലീവ്. അപ്പോൾ ശരി.